കായംകുളം ചിറക്കടവം തോപ്പിൽ ആശുപത്രിയുടെ നേതൃത്വത്തിൽ ഞായറാഴ്ച സൗജന്യ മൾട്ടി സ്പെഷ്യാലിറ്റി മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിക്കും. നഗരസഭാ ചെയർമാൻ ശരത്ലാൽ ബെല്ലാരി ക്യാമ്പ് ഉദ്ഘാടനം ചെയ്യും. കായംകുളം ചിറക്കടവം തോപ്പിൽ ഹോസ്പിറ്റലിന്റെ നേതൃത്വത്തിൽ ഞായറാഴ്ച സൗജന്യ മൾട്ടി സ്പെഷ്യാലിറ്റി മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിക്കും. രാവിലെ 10 മണി മുതൽ ഉച്ചയ്ക്ക് 2:30 വരെയാണ് ക്യാമ്പ് നടത്തുന്നത്. ഹോസ്പിറ്റൽ മാനേജിംഗ് ഡയറക്ടർ സുബിൻ ആനന്ദ് തോപ്പിൽ, മാനേജിംഗ് പാർട്ണർ ഡോക്ടർ സംഗീത സുബിൻ തോപ്പിൽ, റെസിഡന്റ് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ഹരിറാം എന്നിവർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചതാണ് ഇക്കാര്യം. കഴിഞ്ഞ 40 വർഷമായി കായംകുളത്ത് പ്രവർത്തിച്ചു വരുന്ന ഒരു ആശുപത്രിയാണ് തോപ്പിൽ ഹോസ്പിറ്റൽ. നാളെ ഓഗസ്റ്റ് 9 കായംകുളം തോപ്പിൽ ഹോസ്പിറ്റലിൽ വെച്ചിട്ട് ഒരു സൗജന്യ മൾട്ടി സ്പെഷ്യാലിറ്റി ക്യാമ്പ് നടത്തപ്പെടുന്നുണ്ട്. അതിൽ നമുക്ക് ഇവിടുത്തെ ജനങ്ങൾക്കായി ഫിസിഷ്യന്റെ സേവനവും ജനറൽ സർജന്റെ സേവനവും ഗൈനക്കോളജിസ്റ്റിന്റെ സേവനവും നമ്മൾ ഒരു ഫ്രീ കൺസൾട്ടേഷനായിട്ട് നാളെ ഇവിടുത്തെ പൊതുജനങ്ങൾക്കായി സമർപ്പിക്കുകയാണ്. അപ്പോൾ അതിന്റെ സേവനം മാക്സിമം ജനങ്ങളിൽ എത്തുക, അത് സാധാരണക്കാർക്കായുള്ള ജനങ്ങൾക്ക് അതൊരു വലിയ ഉപകാരപ്രദമാകുന്ന ഒരു കാര്യമായിട്ടാണ് ഞങ്ങൾ ടീം തോപ്പിൽ ഹോസ്പിറ്റലിൽ കരുതുന്നത്. നമ്മുടെ കൂടെ ഗൈനക്കോളജി വിഭാഗം നോക്കുന്നത് തോപ്പിൽ ഹോസ്പിറ്റലിന്റെ മാനേജിംഗ് പാർട്ണറും കൂടെ ആയ ഡോക്ടർ സംഗീതയാണ്. അതുകൂടാതെ ഫിസിഷ്യൻ ഡോക്ടർ അഞ്ജു ആൻഡോ ഉണ്ട്. അതോടൊപ്പം തന്നെ നമ്മുടെ കൂടെ ജനറൽ സർജനായിട്ട് ഡോക്ടർ അരവിന്ദ് ശങ്കർ ഉണ്ട്. പിന്നെ നമ്മുടെ കൂടെ ഡോക്ടർ ഹരിയുണ്ട്, ഡോക്ടർ ശരൺ ഉണ്ട്. ഒരു ടീം ഓഫ് ഡോക്ടേഴ്സ് നാളെ നമ്മുടെ ഈ മൾട്ടി സ്പെഷ്യാലിറ്റി ക്യാമ്പിൽ പങ്കെടുക്കുന്നുണ്ട്. അപ്പോൾ ഈ അവസരം നമ്മുടെ പൊതുജനങ്ങൾക്ക് ഏറ്റവും മികച്ച രീതിയിൽ ഉപയോഗപ്രദമാകണമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. അതിനു വേണ്ടിയിട്ട് എല്ലാവരും ഈ സേവനം ഉപയോഗപ്പെടുത്തണം എന്നാണ് ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നത്. 2003 ഞാൻ ഈ വൈദ്യശാസ്ത്ര രംഗത്തേക്ക് കടന്നു വരുന്നത്. ആക്ച്വലി എൻ്റെ ജീവിതത്തിൽ 2003 എന്നുള്ള വർഷത്തിലാണ്. അപ്പോൾ ഏകദേശം ഒരു 22-23 വർഷമായിട്ടുണ്ട് ഞാനിപ്പോൾ ഇതിൽ. MBBS കഴിഞ്ഞു, ഗൈനക്കോളജി കഴിഞ്ഞു. അപ്പോൾ എൻ്റെ ഈ ഒരു കാലഘട്ടത്തിൽ ഞാൻ വടക്കൻ മലബാറിൽ, നടുക്ക് തിരുവിതാംകൂർ, സെൻട്രൽ തിരുവിതാംകൂർ, തെക്കൻ തിരുവിതാംകൂർ എല്ലാ റീജിയണിലും ഞാൻ വർക്ക് ചെയ്തു പ്രശസ്ത ഗൈനക്കോളജിസ്റ്റുകളുടെ കൂടെ. അപ്പോൾ ആ ഒരു അനുഭവം വെച്ച് എനിക്ക് തോന്നുന്നു കമ്പാരിറ്റീവ്ലി ഈ സൈഡിലേക്കുള്ള സ്ത്രീകൾക്ക് കുറച്ചും കൂടി കറണ്ട് ആയിട്ടുള്ള കാര്യങ്ങൾ കുറച്ചും കൂടി അവബോധം വേണം എന്ന് എനിക്ക് തോന്നുന്നു. അപ്പം ഞാൻ ഇപ്പോൾ ഈ ഒരു കാലഘട്ടത്തിൽ കൂടുതലായിട്ട് കണ്ടുവരുന്നൊരു ക്യാൻസറാണ് സെർവിക്കൽ ക്യാൻസർ. അതായത് ഗർഭാശയ ഗള ക്യാൻസർ അല്ലെങ്കിൽ ഫൈബ്രോയിഡ് യൂട്രസ് എന്ന് പറഞ്ഞൊരു കണ്ടീഷൻ, ഗർഭാശയ മുഴ. അപ്പൊ ഇതാണ് ഇപ്പൊ കൂടുതലായിട്ട് സ്ത്രീകൾക്ക് കാണുന്നത്. ഇത് ഏറ്റവും കൂടുതൽ തടയാൻ പറ്റുന്നതും ഇതിന് എന്താ പറയുക, ട്രീറ്റ്മെന്റ് കറക്റ്റ് ആയിട്ട് കൊടുത്താൽ ഒരു കുഴപ്പം പിടിച്ചൊരു അവസ്ഥയിലേക്ക് പോവാതിരിക്കുന്നതുമായിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പൊ ഞാൻ അതിനെ കുറിച്ചൊരു സെമിനാറാണ്. കായംകുളം നഗരസഭാ ചെയർമാൻ ശരത്ലാൽ ബെല്ലാരി ക്യാമ്പ് ഉദ്ഘാടനം ചെയ്യും. നഗരസഭ 35-ാം വാർഡ് കൌൺസിലർ പുളിയറ വേണുഗോപാൽ അധ്യക്ഷനാകും. മുൻ വിവരാവകാശ കമ്മീഷണർ ഡോക്ടർ എ ഹക്കീം മുഖ്യപ്രഭാഷണം നടത്തും. ക്യാമ്പിനോടനുബന്ധിച്ച് വിവിധ സാമൂഹിക ക്ഷേമ പ്രവർത്തനങ്ങളും സംഘടിപ്പിക്കും. 4 വാർഡുകളിലെ ആശാവർക്കർമാരെ നഗരസഭ UDF പാർലമെന്ററി പാർട്ടി ലീഡർ യു മുഹമ്മദ് ആദരിക്കും. കിടപ്പ് രോഗികൾക്കുള്ള ക്ലീനിംഗ് കിറ്റ് വിതരണം കായംകുളം DYSP രാജപ്പൻ റാവുത്തരും, നിർധനരായ കിടപ്പ് രോഗികൾക്കുള്ള വാട്ടർ ബെഡിന്റെ വിതരണം IMA കായംകുളം പ്രസിഡന്റ് ഡോക്ടർ ഗോൾഡി ഉദയന് നിർവഹിക്കും. സെർവിക്കൽ ക്യാൻസറും ഫൈബ്രോയിഡ് യൂട്രസും എന്ന വിഷയത്തിൽ ഗൈനക്കോളജിസ്റ്റ് ഡോക്ടർ സംഗീത സുബിൻ സെമിനാർ നയിക്കും. ജനറൽ ഫിസിഷ്യൻ, ജനറൽ സർജറി, പ്രസവ, സ്ത്രീരോഗ വിഭാഗം തുടങ്ങി വിവിധ വിഭാഗങ്ങളിലെ വിദഗ്ധ ഡോക്ടർമാരായ ഡോക്ടർ കെ ബ്രഹ്മാനന്ദൻ, ഡോക്ടർ അരവിന്ദ് ശങ്കർ, ഡോക്ടർ സംഗീത സുബിൻ തോപ്പിൽ, ഡോക്ടർ അഞ്ജു ആൻഡോ എന്നിവരുടെ സേവനം ക്യാമ്പിൽ ലഭ്യമാണ്. CDNet ന്യൂസ് കായംകുളം.